വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഐറ്റംസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വള നോക്കാം കേട്ടോ. വളയോ ബ്രേസ്ലെറ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാനിപ്പോൾ ഏതൊരു ഐറ്റം കാണിച്ചെന്നാലും അത് നിങ്ങൾക്ക് ഇപ്പോൾ ബീഡ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ അത് ബ്രേസ്ലെറ്റ് ആയിട്ടും ആ സെയിം സംഭവം മാലയായിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മോഡൽ കാണിച്ചു തരും, അത് നിങ്ങൾക്ക് മാലയായിട്ട് കൺവേർട്ട് ചെയ്യാം, ഹെയർ വൈനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹെയർ ആക്സസറിയിലുള്ള ഹെയർ വൈൻ ഉണ്ടല്ലോ, തലയിൽ ഇങ്ങനെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്, അതായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അറ്റത്ത് നമ്മൾ ഇതുപോലെ ജംറിങ് വെച്ച് കൊടുത്തല്ലോ, ഇവിടെ ഒരു ജംറിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ഹെയർ വൈനായിട്ട് യൂസ് ചെയ്യാം. മുടിയിലിങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് അറിയാലോ. അപ്പോൾ അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് ഞാനിപ്പോൾ ഇന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ കോപ്പർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഗോൾഡൻ കളർ കോപ്പർ വയറാണ്. ആദ്യം തന്നെ നമ്മുടെ കൈൻ്റെ അളവിന് നമുക്ക് ഇത് 3 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കണം. കൈൻ്റെ ആ റൗണ്ട് എത്രത്തോളം വരുന്നുണ്ട് നോക്കുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ റൗണ്ട് എത്രത്തോളം വരുന്നുണ്ട് നോക്കുക. എന്നിട്ട് ഈ ഒരു ലെങ്ത്തിൽ, ആ റൗണ്ട് വരുന്ന ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഒരു ലെങ്ത്തിൽ ഞാൻ 3 കമ്പിയായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 3 എണ്ണം ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ലെങ്ത് ആക്കി എടുത്തു, ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. ഈ ഒരു കമ്പി നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു നമ്മുടെ കൈവണ്ണത്തിൻ്റെ ലെങ്ത് എടുക്കണ്ട, കുറച്ച് കൂട്ടിയെടുത്തു. അപ്പോൾ നമ്മളങ്ങനെ എടുത്തതിന് ശേഷം അറ്റം നമുക്കൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ അറ്റം കൂട്ടി പിടിച്ചിട്ട് ഇതാ ഒന്ന് വളച്ച് ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതാ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഗോൾഡൻ ബീഡാണ്, ഗോൾഡൻ കളറിലുള്ള വലിയ ബീഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3ൻ്റെയും കൂടെ ഉള്ളിലൂടെയാണ് നമ്മൾ ബീഡിനെ ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമ്മുടെ ഒരു ലൂപ്പിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അതാ കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ 3ലും ഒന്ന് ബീഡ്സിനെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അറ്റൊന്ന് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. വേറിട്ട രീതിയിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ബീഡ്സിനെ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നിലേക്കായിട്ട് നമ്മൾ ബീഡ്സിനെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കൊളുത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് പേൾ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു കമ്പിയിലേക്ക് ഞാൻ 7ഓളം പേൾ ബീഡിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ സൈസിലുള്ള ബീഡ്സാണ്. അപ്പോൾ 7ഓ 8ഓ എണ്ണം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്പി എടുക്കാം, അതിലേക്ക് ബീഡ്സിനെ കോർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആദ്യം 3 ബീഡിനെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. 3 ചെറിയ സൈസിലുള്ള ബീഡിനെ കോർത്തെടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വലിയ സൈസിലുള്ള ഒരു ബീഡിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. പല കളേഴ്സിൽ ചെയ്തെടുക്കാം, പല ഡിഫറെൻറ്റ് വലുപ്പത്തിലുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ 3 ചെറിയ ബീഡ്, ഇടയിലൊരു വലിയ ബീഡ്, വീണ്ടും 3 ചെറിയ ബീഡ്, അങ്ങനെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം കംപ്ലീറ്റ് ആയി. മൂന്നാമത്തത് ഞാൻ ഒരു ഗ്രീൻ ബീഡ് കൂടി സെൻറ്ററിൽ ആഡ് ചെയ്തിട്ട് കോർത്ത് കൊടുത്തിട്ട് ശേഷം 3ഉം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ നമ്മൾ 3ലും ബീഡ്സിനെ ഇട്ടു, ശേഷം എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഗോൾഡൻ ബീഡിനെ ഇട്ടു, വീണ്ടും അതുപോലെ തന്നെ കോർത്തെടുത്തു, വീണ്ടും എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു. ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്തു പോന്നിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇത്രത്തോളം ലെങ്ത്ത് മതി. എനിക്ക് ഒരു കുഞ്ഞു കുട്ടിയുടെ അളവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 3ൻ്റെ കൂടെ ഉള്ളിലേക്ക് ഞാൻ നമ്മുടെ കൊളുത്തിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ലൂപ്പാക്കിയിട്ടില്ലേ, അതുപോലെ തന്നെ ലൂപ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ശേഷം ബാക്കി വരുന്ന പാർട്ടിനെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ബാക്കി വരുന്ന ഒരു കമ്പിയെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കമ്പി നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു ഭാഗം കയ്യിൽ പോറി പോകുന്ന രീതിയിൽ ആവരുത്, അത് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നല്ല ക്യൂട്ടായിട്ട് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിതൊന്ന് അറ്റം ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അറ്റം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കയ്യിനൊക്കെ കുത്തും, അവർക്ക് ഒരു കംഫർട്ടായിട്ട് ധരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല.
പിന്നെ അതുപോലെ തന്നെ ഇത് കമ്പി ആയതുകൊണ്ട് കോപ്പർ വയർ ആയതുകൊണ്ട് ഇത് നമ്മുടെ ഷേപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതാ കുറച്ച് വിടർത്തി എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പർ വയർ വെച്ചിട്ടുള്ള ഒരു ജ്വല്ലറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാലയും ബ്രേസ്ലെറ്റും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്.